ഇപ്പൊ ഇതിലേ പോവനെ വെളിയിൽ കൂടെ പോടാ. ആ ചെവിപ്പുറകിലെ 2 മുടി വെട്ടാനേ ഇവിടുന്ന് ഇനി പത്തനംതിട്ട വരെ പോയി കൊതു ഭയങ്കര. എന്നെ വിളിക്കാൻ വന്നേ. കൊള്ളാം കേട്ടോ ജാനിക്കുട്ടി. ഇത് ആരൊക്കെ ഇരിക്കുന്നു? കൊള്ളാം. സുന്ദരി. ഒരാളങ്ങ് ചരിഞ്ഞിരുന്നങ്ങ് ഉറങ്ങും. ഇതോ പാല് വാങ്ങിച്ചില്ലായിരുന്നോ? മുടി വെട്ടത്തില്ല. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചെങ്കിലും നടക്കാതെ പോയൊരു ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ മനസ്സുകൊണ്ട് എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്കിരിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. മനസ്സിനെന്തോ കനത്ത ഒരു ഭാരം പോലെ, എന്തോ എനിക്കത് അറിഞ്ഞുകൂടാ അവസ്ഥ എങ്ങനെയാണ് പറയേണ്ടിയെന്ന്. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, അങ്ങനെയൊക്കെയുള്ള 1000 ചിന്തകൾ മനസ്സിലിങ്ങനെ കിടന്ന് എന്താ പറയുന്നത്, തിരമാല പോലെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ചിന്തകളൊക്കെ വരുമ്പോൾ നെഞ്ചിനകത്തങ്ങ് കുത്തിപ്പറിക്കുന്ന വേദനയാണ്. ശരിക്കും വല്ലാത്ത തളർച്ച. മനസ്സിന് ഒരു ഉഷാറില്ലെങ്കിൽ ശരീരത്തിന് ക്ഷീണമാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു വന്നപ്പോഴേ അങ്ങ് കുളിക്കാമെന്ന്. ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിക്കാനും നടക്കാനും ഒന്നും എനിക്കൊരു കെൽപ്പില്ലാത്ത പോലെ. മുത്താണ് എന്നെ രാവിലെ കൊണ്ടുവിടുന്നതും വൈകിട്ട് വിളിച്ചുകൊണ്ട് വരുന്നതും. അപ്പോൾ കഴിഞ്ഞ ഓരോ കാര്യങ്ങൾ വന്നപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ മനസ്സിന് തളർച്ച തോന്നുമ്പോൾ അവനുണ്ടെങ്കിൽ അവനാണ് എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. അത് പലരും എന്നെ പറഞ്ഞ്, നമ്മുടെ പ്രിയപ്പെട്ടവർ കളിയാക്കാറ് പോലും ഉണ്ടായിരുന്നു. മുത്തു വന്നാൽ പിന്നെ അമ്മക്കിളിക്ക് വണ്ടി ഓടിക്കാൻ പാടാന്ന്. ഒറ്റയ്ക്ക് നമ്മളിങ്ങനെ കുറേ ഭാരം ചുമ്മിക്കൊണ്ട് പോകുമ്പോൾ വല്ലപ്പോഴുമെങ്കിലും അതിൻ്റെ ഒരു അംശമെങ്കിലും ഇറക്കി വെക്കാൻ ഒരു തോളുള്ളത് നല്ലതല്ലേ. ശരിക്കും പറഞ്ഞാൽ ആ തോളിപ്പം മുത്താണ്. മോനിക്കുട്ടൻ വലുതായിരുന്നെങ്കിൽ അവനും കൂടി കുറച്ച് പകുത്ത് കൊടുത്തേനെ. എന്നാൽ പോലും ചെറിയ ചില ഭാരങ്ങളൊക്കെ ഞാൻ അവനിലേക്കും കൊടുക്കാറുണ്ട് പലപ്പോഴും. കുളിയും ജപവും എല്ലാം കഴിഞ്ഞു. അടുക്കളയിൽ ഇന്ന് പ്രത്യേകിച്ച് പാചകമൊന്നുമില്ല. അമ്മ ചോറും കറികളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് നേരെ മുറിയിലോട്ട് പോരുന്നു. ഞാൻ എപ്പോഴൊക്കെയോ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു. മനസ്സിങ്ങനെ കൈവിട്ട് ഞാൻ തളർന്ന് തരിപ്പണമായി പോയിട്ട് തിരിച്ചെത്തുന്ന ഒരേ ഒരു വഴിയെന്ന് പറഞ്ഞാൽ കുത്തിക്കുറിക്കലുകളിലൂടെയാണ് കേട്ടോ. എന്തൊക്കെയോ എഴുതണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അതിന് ഡയറി എടുത്തതാണ്. അതിൽ മുത്തിൻ്റെ +2 ഫോട്ടോ ഒക്കെ കണ്ടപ്പം അതും നോക്കി കുറച്ച് നേരം ഇരുന്നു. ശാലോമും അബ്ദുവും മുത്തും അവരെല്ലാവരെയും ഒന്നിച്ച് നിൽക്കുന്നതൊക്കെ കണ്ട്. പിന്നെ നമ്മുടെ നെസ്റ്റ മക്കളയുടെ അഡ്രസ്സൊക്കെ എഴുതി കുറേ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ ഇങ്ങനെ അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുക. അപ്പോൾ അതൊക്കെ എടുത്ത് കുറച്ച് നേരം അങ്ങനെയുള്ള കുറേ ഓർമ്മകളും ഒക്കെ ആയിട്ട് അങ്ങ് ഇരുന്നു. ഈ ഡയറി എഴുത്തൊക്കെ ഇന്നും ഇന്നലെയും ഒന്നും അല്ല കേട്ടോ. ഒരു 10-15 വയസ്സുള്ളപ്പോഴേ തുടങ്ങിയതാണ്. അതായത് എൻ്റെ പപ്പ മരിക്കുന്ന സമയത്താണ് ശരിക്കും ജീവിതത്തിൻ്റെ ഒറ്റപ്പെടൽ എന്താണെന്നും എത്ര വലിയൊരു സങ്കീർണതയാണ് കടന്നു പോകേണ്ടതെന്നും ഒക്കെ ഉള്ളത് അപ്പോഴാണ് മനസ്സിലാക്കാനുള്ള ഒരു അവസരം വന്നത്. പിന്നെ ജീവിതത്തിൻ്റെ ഭാരങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോ ദിവസത്തെയും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ എഴുതി തുടങ്ങി. അങ്ങനെയാണ് ഡയറി എഴുത്തങ്ങ് ശീലമായത്. അങ്ങനെ ഒരു 4-5 വർഷത്തെ ഡയറിയൊക്കെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് നമ്മളെ വേറൊരിടത്തേക്ക് പറിച്ചു നട്ടു. അങ്ങനെ 19ാമത്തെ വയസ്സ് മുതൽ വേറൊരു ഡയറി. പുതിയ ജീവിതം, പുതിയ ആളുകൾ, പുതിയ സാഹചര്യങ്ങൾ, പുതിയ ജീവിതാനുഭവങ്ങൾ അതൊക്കെ എഴുതി അങ്ങനെ ഒരു ഡയറി എഴുത്ത് പിന്നെ മുത്തിനൊരു 3-4 വയസ്സ് വരെ അത് തന്നെയായിരുന്നു. പിന്നെ ഒരിക്കൽ എനിക്ക് ആ ഡയറി എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്നല്ല, നഷ്ടപ്പെടുത്തി എന്ന് വേണം പറയാൻ. എന്നെ കീറി മുറിച്ച് കൊല്ലുന്നതിന് തുല്യമായിരുന്നു ആ ഡയറി എനിക്ക് നഷ്ടപ്പെട്ടത്. ആ ഡയറിയിൽ ഞാൻ എഴുതി തുടങ്ങിയത് എൻ്റെ പുതിയ ജീവിതം തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ വിവാഹം, അതിനുശേഷമുള്ള യാത്രകൾ,
പുതിയൊരു നാട്, പുതിയ ഭാഷ, പുതിയ ആൾക്കാർ, പുതിയ ചുറ്റുപാട്, ഒറ്റയ്ക്കൊരു വീട് നടത്തിക്കൊണ്ട് പോവുക. അങ്ങനെ ഞങ്ങൾ രണ്ടാളും മാത്രമുള്ള ഒരു ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും, പിന്നെ ആദ്യമായിട്ട് അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞ ഒരു ദിവസം, പിന്നീട് അതിൻ്റെ ഒരു നഷ്ടപ്പെടൽ, തീരാത്ത വേദനകൾ, അടുത്തൊരു കുഞ്ഞിനായിട്ടുള്ള കാത്തിരിപ്പ്, മുത്ത് വരുന്നു എന്നുള്ള അറിയിപ്പ്, പിന്നെ ഓരോ ദിവസവും നമ്മുടെ അന്നത്തെ കുഞ്ഞു വയറ് എത്ര വലുതാവുന്നോ അതനുസരിച്ച് കുഞ്ഞും വലുതാവുന്നുണ്ടെന്നുള്ളൊരു സന്തോഷം. അങ്ങനെ നോക്കി നോക്കിയിരുന്ന് ഒരു 7-ാം മാസം, അതിനുശേഷം നാട്ടിലേക്ക് അമ്മയുടെ അടുത്തെത്തുന്നു. പിന്നീടുള്ള അവൻ്റെ ചലനങ്ങൾ, അവൻ്റെ വരവ്, പിന്നെ അവൻ ആദ്യമായിട്ട് കമിഴ്ന്ന് വീണത്, പല്ല് വന്നത്, അമ്മയെന്ന് വിളിച്ചത്, അവനെ അംഗൻവാടിയിൽ ചേർത്തത്, അങ്ങനെ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്ന് വരെ അനുഭവിച്ച സന്തോഷങ്ങളും സങ്കടങ്ങളും വേദനകളും ഒറ്റപ്പെടലും എല്ലാം എഴുതിയ ഒരു ഒരു ജീവിത പുസ്തകം തന്നെയായിരുന്നു അത്. എന്തായാലും അതാരോ കത്തിച്ച് ചാമ്പലാക്കി. അത് വലിയ വിഷമം തന്നെയായിരുന്നു. പിന്നീട് എഴുതി തുടങ്ങിയ ഡയറിയൊക്കെ ഞാൻ എങ്ങോട്ട് പോയാലും കൊണ്ടുപോകും. എങ്ങും ഉപേക്ഷിച്ചിട്ട് എവിടെയും വെച്ചിട്ട് ആരെയും ഏൽപ്പിച്ചിട്ട് ഞാൻ പോകാറില്ല. ഇപ്പോൾ വീണ്ടും ഈ ഡയറിയിലൊക്കെ എഴുതുമ്പോഴും ജീവിതത്തിൻ്റെ ഏകദേശം എല്ലാ വേദനകളും പ്രയാസങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇതിലുണ്ട് കേട്ടോ. പക്ഷേ ഒരു സത്യാവസ്ഥ പറഞ്ഞാൽ ഈ ഡയറിയുടെ മുൻ പേജുകളൊന്നും ഞാൻ അധികം വായിക്കാറില്ല. വായിച്ചാൽ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോവും പ്രിയങ്ങളെ. അത് സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ എന്ത് തന്നെ ആയാലും എനിക്കത് അതിക്രമിച്ചു പോവും ആ ഒരു ഫീലിംഗ്. അതുകൊണ്ട് ഞാനങ്ങനെ വായിക്കാറില്ല. എനിക്ക് എഴുതണമെന്ന് തോന്നുമ്പോൾ എടുക്കും. അവസാനത്തെ പേജ് എപ്പോഴാണോ എഴുതി തീർത്തത് അതിന് ശേഷമുള്ളത് എഴുതും. അങ്ങനെയാണ്. ഇപ്പോൾ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ അതിലൂടെ ചെയ്യാം. പക്ഷേ അതിനൊക്കെ മുമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വഴി. എനിക്ക് ശേഷം എൻ്റെ മക്കൾ ഈ ഡയറി നോക്കിയാൽ അവർക്ക് മനസ്സിലാകും എത്ര തീക്ഷ്ണമായ ഉഷ്ണത്തിലായിരുന്നു അവർ വളർന്നത്, അവരുടെ അമ്മ ജീവിച്ചതെന്നുള്ളത്. ശരിക്കും ഈ വീഡിയോയിൽ ഇതൊന്നും അല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞു വന്നപ്പോൾ ഇതൊക്കെ ആയിപ്പോയി. ഇന്ന് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ലോങ് വീഡിയോ പോലും വോയിസ് ഇല്ലാതെയാണ്. അതും ഇതുപോലെ സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തും എന്ന് സമാധാന വാക്ക് പറയുന്ന ഒരുപാട് പ്രിയങ്ങളുണ്ട്. പക്ഷേ ആ നടക്കുന്ന സമയം വരെയുള്ളൊരു ഇടവേള വളരെ ഭീകരമാണ് പ്രിയങ്ങളെ. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ അല്ലേ. എങ്ങനെയെങ്കിലുമൊക്കെ ആയിത്തീരട്ടെ. മുത്ത് ഇവിടെ ഇല്ല കേട്ടോ. മുത്ത് എന്നെ കൊണ്ടുവിട്ടിട്ട് അപ്പവും അവരെല്ലാവരും കൂടി പുറത്ത് പോയേക്കുവാണേ. അപ്പോൾ മോനുകുട്ടന് അവൻ വന്നിട്ടേ കഴിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുവാണ്. അവനെന്തെങ്കിലും സ്പെഷ്യൽ മേടിച്ചുകൊണ്ട് വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചേ. എനിക്ക് മെഡിസിൻ കഴിക്കണം. എനിക്ക് തല പൊട്ടുന്ന വേദനയുണ്ട്, നെഞ്ചിടിപ്പ് കൂടുന്നുണ്ട്. അതിൻ്റെയൊക്കെ മെഡിസിൻ കഴിച്ചിട്ട് എവിടെയെങ്കിലും കിടക്കാം എന്ന് വിചാരിച്ചു. അമ്മ ഫുഡൊക്കെ കഴിച്ചായിരുന്നു നേരത്തെ. ഞാൻ മോനുകുട്ടനെ കുറേ വിളിച്ചിട്ട് അവന് വേണ്ട, അച്ചാച്ചൻ വന്നിട്ട് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അമ്മ മെഴുക്ക് പുരട്ടിയും ചമ്മന്തിയും മീൻ വറുത്തതും ചോറും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും പോയി അമ്മമ്മയും മോനുകുട്ടനെയും വിളിച്ചു. അമ്മമ്മ കഴിച്ചു എന്ന് പറഞ്ഞു. മോനുകുട്ടനാണ് അച്ചാച്ചൻ വന്നിട്ട് മതി, അച്ചാച്ചൻ എപ്പോഴാണ് വരുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. എനിക്ക് അവനെ കാണുമ്പോഴും വല്ലാത്ത വിഷമമാണ് പ്രിയങ്ങളെ. ഞാൻ ഈ വീഡിയോ എടുത്തതിൻ്റെ അന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവന് എന്താ പറയുന്നത്, കാല് വയ്യെങ്കിലും എന്നെ അങ്ങനെ പറഞ്ഞ് ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ വിഷമം. സാധാരണ കുഞ്ഞുങ്ങൾക്ക് വയ്യാന്നുണ്ട് അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും പിരിയാനും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കത്തില്ലേ. ഇതങ്ങനെയല്ല. അവനെക്കൊണ്ട് പറ്റുന്നതൊക്കെ അവന് ഒത്തി നടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് താങ്ങാൻ പറ്റില്ല. അവനെ എടുത്തിട്ട് പോകാനോ താങ്ങിക്കൊണ്ട് പോകാനോ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത് അവനറിയാവുന്നത് കൊണ്ടായിരിക്കും. അതുമാത്രമല്ല, അവന് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്ത് ശീലിച്ചു. ഈ 10 വയസ്സ് വരെ അവൻ അങ്ങനെ ആയിരുന്നല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കും. അതൊക്കെ ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത സങ്കടം, ഭയങ്കര സങ്കടം. സാധാരണ മക്കൾ വിളിച്ച് ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് സങ്കടം. ഇത് ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ എന്നുള്ള സങ്കടം. എനിക്ക് എന്തോ കുറേ കരഞ്ഞ് തീർത്തോളാഞ്ഞ് വയ്യായിരുന്നു. ഭയങ്കരമായിട്ട് ഭാരം നെഞ്ചിനകത്ത് തോന്നിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ പോയി ചോറ് വിളമ്പി കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിച്ചിട്ട് മുറിക്കകത്തെങ്ങാനും പോയി കുറേ നേരം കതകടച്ചിട്ടിട്ട് കുറേ കരഞ്ഞ് തീർക്കാമെന്ന് വിചാരിച്ചു. സമാധാനിക്കട്ടെ, മനുഷ്യനല്ലേ. പിന്നെ ഞാൻ ഈ പറയുന്നതൊന്നും കേട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ സ്നേഹിക്കുന്നവരൊന്നും വിഷമിക്കുകയും ആവലാതിപ്പെടുകയോ ഒന്നും വേണ്ട. എല്ലാ ദിവസവും ഇതിൻ്റെയൊക്കെ ഒരു അംശം ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. പിന്നെ എൻ്റെ പ്രിയങ്ങളുടെ മുമ്പിൽ, വീഡിയോയ്ക്ക് മുമ്പിൽ എല്ലാം ഒന്നും പറയേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നത് കൊണ്ട് അങ്ങനെയൊന്നും കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ചില ദിവസങ്ങളിൽ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഇത്രയും പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്നും ഓർത്ത് ആരും വ്യാകുലപ്പെടരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചോറിനാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഒരു പഴുത്ത മാങ്ങ കഴിക്കണമെന്ന്.
മോനുകുട്ടന് പഴുത്ത മാങ്ങ വേണമെന്ന് പറഞ്ഞതിന് ഞാൻ മേടിച്ചിട്ട് വന്നതാണേ. അന്ന് നമ്മുടെ ഷൈനിക്കുട്ടി തന്ന പഴുത്ത മാങ്ങ കഴിച്ചപ്പോഴത്തേക്ക് നല്ല മധുരമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതും അതുപോലെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മാങ്ങയായിരുന്നു. അപ്പോൾ ഒരു മാങ്ങ പുളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മ ചേമ്പ് മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്തുവാണ് ചമ്മന്തി. പിന്നെ ഞാൻ ഇച്ചിരി അച്ചാറും കൂടെ എടുത്തു. അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ചിട്ട് കുറേ മരുന്നുകൾ കഴിക്കാനുണ്ട് പ്രിയങ്ങളെ. മാറ്റിവെച്ച മരുന്നുകളൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്, കഴിക്കാതെ പറ്റത്തില്ല. അപ്പോൾ കഴിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് ചാഞ്ഞ് കിടക്കട്ടെ. മുത്തു വരുമ്പോൾ മോനുകുട്ടനുള്ള സ്പെഷ്യൽ കൊണ്ടുവരുമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവനവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്നിങ്ങനെ അങ്ങോട്ട് പോട്ടെ. ഇങ്ങനെയും ചില ദിവസങ്ങളൊക്കെ ജീവിതത്തിൽ വേണമല്ലോ. ഞാൻ കഴിച്ചിട്ട് കിടക്കുവാണ് പ്രിയങ്ങളെ. എല്ലാ പേരോടും സ്നേഹം. വീഡിയോ ഫുള്ള് കാണണം, സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരുപാട് വലിയ കാര്യങ്ങൾ ഇനിയുണ്ട് പ്രിയങ്ങളെ. അതൊക്കെ വലിയൊരു മാറാപ്പ് പോലെ ഞാൻ തോളിൽ വെച്ചിരിക്കുകയാണ്. എല്ലാവരും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണേ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.